ഹരി ഓം. ദശകം 23, ശ്ലോകം 8. ത്വദ്ഭക്തമൗലിരഥസോऽപി ച ലക്ഷലക്ഷം വർഷാണി ഹർഷുലമനാ ഭുവനേഷു കാമം സംഗാപയൻ ഗുണഗണം തവ സുന്ദരീഭിഃ സംഗാതിരേകരഹിതോ ലളിതം ചചാര. പദച്ഛേദം ചെയ്ത് നോക്കാം. ത്വത് ഭക്ത മൗലിഹി, ത്വദ്ഭക്ത മൗലിഹി അധ, ത്വദ്ഭക്തമൗലിരഥ, മൗലിഹി പ്ലസ് അധ, മൗലിരഥ, ത്വദ്ഭക്തമൗലിരഥ സഹ അപി, സഹ പ്ലസ് അപി, സോപി ച ലക്ഷലക്ഷം, ത്വദ്ഭക്തമൗലിരഥ സോപി ച ലക്ഷലക്ഷം വർഷാണി ഹർഷുല മനാഹ ഭുവനേഷു കാമം, വർഷാണി ഹർഷുലമനാ ഭുവനേഷു കാമം സംഗാപയൻ ഗുണഗണം തവ സുന്ദരീഭിഃ, സംഗാപയൻ ഗുണഗണം തവ സുന്ദരീഭിഃ സംഗ അതിരേക രഹിതഃ ലളിതം ചചാര. ലളിതമാണ്, ലളിതം, ലളിതമല്ല, ലളിതം. സംഗാതിരേകരഹിതോ ലളിതം ചചാര. ഭക്തമൗലിരഥസോऽപി ച ലക്ഷലക്ഷം വർഷാണി ഹർഷുലമനാ ഭുവനേഷു കാമം സംഗാപയൻ ഗുണഗണം തവ സുന്ദരീഭിഃ സംഗാതിരേകരഹിതോ ലളിതം ചചാര. ശ്ലോകം 8 അന്വയവും അർത്ഥവും നോക്കാം. ശ്ലോകം 7 ഭഗവാൻ ആത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപമൊക്കെ ഉപദേശിച്ച് അനുഗ്രഹിച്ചിട്ട് മറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം 8ാം ശ്ലോകത്തിൽ ആ ചിത്രകേതു പിന്നെ വളരെ കാലം പരമഭക്തനായിട്ട് ജീവിക്കുന്നുവെന്നാണ് പറയുന്നത്. അഥ ത്വദ്ഭക്തമൗലിഹി സഹ അപി ച, അഥ ത്വദ്ഭക്തമൗലിഹി സഹ അപി ച, അഥ അനന്തരം ത്വദ്ഭക്തമൗലിഹി നിന്തിരുവടിയുടെ ഭക്തന്മാരിൽ അത്യുത്തമനായ, ത്വദ്ഭക്തമൗലിഹി എന്ന് പറഞ്ഞാൽ ആ ഭഗവാന്റെ ഭക്തന്മാരുടെ ശിരോലങ്കാരമായിരിക്കുന്ന, അതാണ് ത്വദ്ഭക്തമൗലിഹി എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഭഗവാന്റെ ഭക്തന്മാരിൽ അത്യുത്തമനായിട്ടുള്ള സഹ അപിച്ച, സഹ എന്ന് പറഞ്ഞാൽ അവൻ എന്നുള്ള അർത്ഥത്തിൽ ആ ചിത്രകേതുവാകട്ടെ അനന്തരം നിന്തിരുവടിയുടെ ഭക്തന്മാരിൽ അത്യുത്തമനായിട്ടുള്ള ആ ചിത്രകേതുവാകട്ടെ ലക്ഷലക്ഷം വർഷാണി ഹർഷുലമനാഹ, ലക്ഷലക്ഷം അനേക ലക്ഷം സംവത്സരം, വർഷാണി എന്ന് പറഞ്ഞാൽ സംവത്സരം, ഹർഷുലമനാഹ മനസ്സന്തോഷത്തോടുകൂടി. അപ്പോൾ അനേക ലക്ഷം സംവത്സരം മനസ്സന്തോഷത്തോടുകൂടി ഭുവനേഷു തവ ഗുണഗണം സുന്ദരീഭിഃ കാമം സംഗാപയൻ, ഭുവനേഷു എല്ലാ ലോകങ്ങളിലും തവ ഗുണഗണം നിന്തിരുവടിയുടെ ഗുണഗണങ്ങളെ വിദ്യാധര സ്ത്രീകളെ കൊണ്ട് യഥേഷ്ടം പാടിച്ചുകൊണ്ട്, അതാണ് സുന്ദരീഭിഃ കാമം സംഗാപയൻ, വിദ്യാധര സ്ത്രീകളെ കൊണ്ട് യഥേഷ്ടം പാടിച്ചുകൊണ്ട് സംഗാതിരേകരഹിത ലളിതം ചചാര, സംഗാതിരേകരഹിത എന്നുവെച്ചാൽ സുഖങ്ങളിൽ അത്യാസക്തി കൂടാതെ ലളിതം ചചാര ഉല്ലാസത്തോടുകൂടി സഞ്ചരിച്ചു. എന്നുവെച്ചാൽ ആ ഭക്തി കൈവടിയാതെ തന്നെ ലൗകിക സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് വളരെ ലക്ഷം കൊല്ലം സുഖമായി കഴിച്ചുകൂട്ടി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭഗവാന് അനുഗ്രഹങ്ങളൊക്കെ നൽകി മറഞ്ഞതിൽ പിന്നീട് ഭക്തന്മാരുടെ ആ ശിരോലങ്കാരമായിരിക്കുന്ന ആ വിദ്യാധര ചക്രവർത്തി സന്തുഷ്ടചിത്തനായിട്ട് ആ വിഷയാദികളിലൊന്നും ആസക്തിയില്ലാത്തവനായിട്ട് സുന്ദരികളായ ദേവഗായികളെ കൊണ്ട് ആ ഭഗവാന്റെ ഭക്തവാത്സല്യാദി ഗുണങ്ങളെക്കുറിച്ചൊക്കെ ആലപിപ്പിച്ചുകൊണ്ട് അനേക ലക്ഷം അനേക സംവത്സരം ലക്ഷം സംവത്സരം ഓരോരോ ലോകങ്ങളിൽ സഞ്ചരിച്ച് അങ്ങനെ ജീവിച്ചു.
त्वद्भक्तमौलिरधसोऽपि च लक्षलक्षं वर्षाणि हर्षुलमना भुवनेषु कामं सङ्गापयन् गुणगणं तव सुन्दरीभिः सङ्गातिरेकरहितो ललितं चचार